ധൂർത്ത് തുടർന്ന് സംസ്ഥാന സർക്കാർ. ടൂറിസം പ്രചാരണത്തിന്റെ പേരിൽ ലക്ഷങ്ങൾ ചെലവഴിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. വകുപ്പ് സെക്രട്ടറിയും ടൂറിസം ഡയറക്ടറും 6 രാജ്യങ്ങൾ സന്ദർശിക്കും. വയനാട് ദുരന്തത്തിന്റെ ആശങ്ക ടൂറിസം മേഖലയിൽ മാറ്റാൻ എന്നാണ് വിശദീകരണം. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത്. ഓണത്തിന് ശമ്പളവും ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാൻ 3000 കോടി കടമെടുക്കാനാണ് സർക്കാർ തീരുമാനം. ക്ഷേമ പെൻഷൻ കുടിശ്ശിക 1 മാസത്തെയെങ്കിലും നൽകണമെങ്കിലും കടമെടുക്കണം. ഇതിനിടയിലാണ് ടൂറിസത്തിന്റെ മറവിലുള്ള ധൂർത്ത് തുടരുന്നത്. ടൂറിസം പ്രചരണത്തിനായി ലക്ഷങ്ങൾ ചെലവഴിക്കാനാണ് സർക്കാർ നീക്കം. ടൂറിസം സെക്രട്ടറിയും ടൂറിസം ഡയറക്ടറുമാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. 6 രാജ്യങ്ങളിൽ സംഘം സന്ദർശനം നടത്തും. UK, ഓസ്ട്രേലിയ, ജർമ്മനി, മലേഷ്യ, സിംഗപ്പൂർ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലാണ് സന്ദർശനം നടത്തുക. വയനാട് ദുരന്തത്തിന്റെ ആശങ്ക ടൂറിസം മേഖലയിൽ മാറ്റാനെന്ന പേരിലാണ് സന്ദർശനം നടത്തുന്നത്. 6 രാജ്യങ്ങളിലെ സന്ദർശനത്തിനായി ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വരും. വിനോദസഞ്ചാരികൾക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ കേരളം ഏറെ പിന്നിലാണ്. ഇത് പരിഹരിക്കാതെയാണ് ലക്ഷങ്ങൾ ചെലവഴിച്ചുള്ള വിദേശയാത്ര. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായതിനു ശേഷം മുഖ്യമന്ത്രി ഉൾപ്പെടെ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് പതിവാണ്. 2018 പ്രളയത്തിന് ശേഷം മുഖ്യമന്ത്രി നെതർലൻഡ്സിലേക്ക് യാത്ര നടത്തിയിരുന്നു. സമാനമായ രീതിയിലാണ് ഇപ്പോൾ ടൂറിസം സെക്രട്ടറിയും ടൂറിസം ഡയറക്ടറും ഉൾപ്പെടെ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും R. രാജീവ്, ജനം.